ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോയൽ കൂൾ ടെക്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മെക്കോ ഡിജിറ്റൽ ക്ലാമീറ്റർ ആണ്. ഇത് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ ഇങ്ങനൊരു ബാഗിലാണ് ഇത് വരുന്നത്. അപ്പോൾ പണിസ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ പൊടികളൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഒരു ചെറിയൊരു ക്ലാമീറ്ററാണ്. ഏകദേശം നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമുണ്ട്. നമ്മൾ കയ്യിലൊക്കെ കൊണ്ടു നടക്കാനും സുഖമാണ്. അധികം ഓവർ വലിപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കയ്യിലൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ഒരു സുഖമാണത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 72T ഓട്ടോ PL ക്ലാമീറ്റർ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തന്നെയുണ്ട്. ഒരു നല്ലൊരു ഫിനിഷിങ്, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുക. AAA ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. NCV ഓപ്ഷൻ ഉണ്ട്, ആംബിയർ ചെക്ക് ചെയ്യാം, AC വോൾട്ടേജ് ചെക്ക് ചെയ്യാം, DC വോൾട്ടേജ്, ഡയോഡ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ, കണ്ടിന്യൂറ്റി, അതുപോലെ ഹെഡ്സ്. ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ ബോഡി ടെമ്പറേച്ചർ. ഒരു AC ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. കാരണം ACയിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് നോക്കാനൊക്കെ നമുക്ക് ഈ ഒരു ക്ലാമീറ്റർ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. NCV, നോൺ കോണ്ടാക്ട് വോൾട്ടേജ് ഡിറ്റക്ടർ എന്നാണ് NCVയുടെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് NCV ചെക്ക് ചെയ്യാം. NCV ഓപ്ഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ ക്ലാമീറ്റർ NCV ഓപ്ഷനിലിടുക. ഇപ്പോൾ ഇതിലൊന്നും കാണിക്കുന്നില്ല, അതായത് സ്വിച്ച് ഓഫിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഈ വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റെഡ് ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുന്നത്. സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ ആ റെഡ് ലൈറ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് NCV. ആംബിയർ. അപ്പോൾ ആംബിയർ ചെക്ക് ചെയ്യാൻ നമുക്കിവിടെ മോട്ടറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നൊരു വീഡിയോയിൽ നമുക്കത് ചെക്ക് ചെയ്യുന്നൊരു ഇടുന്നതാണ്. അതുപോലെ AC വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ വീട്ടിൽ എത്ര വോൾട്ടേജ് കാണിക്കുന്നുണ്ടെന്ന് ഒന്ന് നോക്കാം. 234 വോൾട്ടേജാണുള്ളത്. ഇപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ മോഡ് നമ്മൾ AC വോൾട്ടേജിലേക്ക് മാറ്റേണ്ടതാണ്. മാറ്റിയിട്ട് ഈ പ്രോബ് 2 പ്ലഗിൽ കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാമീറ്ററിൽ എത്രയാണോ വോൾട്ടേജ്, ആ വോൾട്ടേജ് ഈ ഡിസ്പ്ലേയിൽ കാണുന്നതാണ്. ഓക്കെ, 235.3 ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ വരുന്നതാണ് DC വോൾട്ടേജ്. ഇപ്പോൾ DC വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ബാറ്ററി ആണുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ വാല്യൂ എത്ര കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, 3.8 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററി ഓക്കെയാണ്. നേരത്തെ പ്രോബ് തിരിച്ചു പിടിച്ചത് കൊണ്ടാണ്
ഇവിടെ മൈനസിൻ്റെ ചിഹ്നം വന്നത്. പിന്നെ ഡയോഡ്, ഓം, കപ്പാസിറ്റർ, അതുപോലെ കണ്ടിന്യൂറ്റി. ഈ ഒരു 4 ഫംഗ്ഷനും ഇതിലാണ് വരുന്നത്. അതിപ്പോൾ ഓരോ ഫംഗ്ഷന് മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ഫംഗ്ഷനിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഫംഗ്ഷനാണ്. ഇത് നമുക്ക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമുക്കിപ്പോൾ കപ്പാസിറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷനിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 2 കപ്പാസിറ്ററാണ്, 3.5ഉം പിന്നെ 2ഉം. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലാമീറ്ററിൽ കപ്പാസിറ്ററിൻ്റെ ഓപ്ഷനിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ ഓൾറെഡി കപ്പാസിറ്ററിൻ്റെ ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. .5. ഓക്കെ, മറ്റൊരു കപ്പാസിറ്റർ നോക്കാം. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, എന്നാലത് കറക്റ്റ് വാല്യൂ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 കപ്പാസിറ്റർ ഓക്കെയാണ്, അതുകൊണ്ടാണ് കറക്റ്റ് വാല്യൂ കാണിച്ചത്. കപ്പാസിറ്റർ വീക്ക് ആണെങ്കിൽ ഇത് കറക്റ്റ് വാല്യൂ കാണിക്കില്ല. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഹെഡ്സ്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്രോബ് ഉണ്ട്. ആ പ്രോബ് ഉപയോഗിച്ചാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പ്രോബ് ഉപയോഗിച്ച് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്. ഇത് നമ്മൾ ക്ലാമീറ്ററിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 29 കാണിക്കുന്നുണ്ട്, അതായത് റൂം ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ, ഇതിപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ എത്രയാണോ വാല്യൂ അത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾഡ് എന്ന ബട്ടൺ കണ്ടില്ലേ, ഇത് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് തെളിയുന്നതാണ്. അതുപോലെ ഇവിടെയും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വയറ് കാര്യങ്ങളൊക്കെ കാണാനും ആംബിയർ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അല്പസമയം കഴിയുമ്പോൾ തന്നെ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി മെക്കോ എന്ന കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസ് ആണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ
താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.